പരിസരം അത്രയൊന്നും ആകർഷണീയമായിരുന്നില്ലെങ്കിലും ബോവറിയോളം അധപ്പതിച്ചതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പീഡികാമുറിയുടെ നേരെ എതിർവശത്തെ വിസ്നർ ബ്രദേഴ്സിന്റെ പാപ്പർ മെമ്മോറിയൽസിന്റെയും വെളിച്ചം കുറഞ്ഞ പ്രദർശനശാലകൾക്കുള്ളിൽ നിന്ന് ശവകുടീര ഫലകങ്ങളുടെ ഒരു നിര തന്നെ കാണാം. വിസ്നർ ബ്രദേഴ്സിന്റെ വടക്കുവശത്തായി സാംസിന്റെ ഭക്ഷണശാല സ്ഥിതി ചെയ്തിരുന്നു. അതിന് തൊട്ടടുത്തായി AIR എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ പഴക്കം ചെന്ന 4 നില കെട്ടിടം നിലകൊണ്ടു. അത് കഴിഞ്ഞ് ബെന്നൈ ഹോവാർഡ് സ്മാരകങ്ങളും ഒടുവിലായി ഷാർട്സിന്റെ ശവസംസ്കരണ നിലയവും ഉണ്ടായിരുന്നു. അടുത്ത ബ്ലോക്കിൽ 43-ാം നമ്പറിൽ ഒരു പഴകി ദ്രവിച്ച ക്യാൻവാസ് മേലാപ്പ് അരികിലെ നടപ്പാതയിലേക്ക് തള്ളി നിന്നു. പ്രൊവൻസാനോ ലാൻസോ ശവസംസ്കരണ നിലയം, അതിനപ്പുറം കോസ്മോസ് പാഴ്സൽസും ഏതാനും ബ്ലോക്കുകൾക്കപ്പുറം നഗരപ്രാന്തത്തിലേക്ക് കുറെ കൂടി മാറി വില്ലേജ് ഈസ്റ്റ് തിയേറ്ററിന്റെ കറുപ്പും വെളുപ്പും കലർന്നുള്ള പരസ്യ പലകയും ഉണ്ടായിരുന്നു. ഒരു ബ്ലോക്കിനപ്പുറം എന്നാൽ പീഡികാമുറിയോടൊപ്പം തെരുവിന്റെ ഒരേ വശത്തായി ചർച്ച് ഓഫ് ദി നേറ്റിവിറ്റി എന്ന പുതിയ നീല പെയിന്റും മുകളിൽ സ്വർണ്ണ നിറ കുരിശുമുള്ള ഒരു 3 നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. 6 നിലകളുള്ള സെക്കൻഡ് അവന്യൂ അതിന്റെ മുഖം അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പച്ച നിറത്തിലുള്ള കോവണിയാൽ അതിബൃഹത്തായ കനിക്കർ ബ്രോക്കർ ഫയർ പ്രൂഫ് സംഭരണശാലയ്ക്കെതിരെ അത് പരിങ്ങി നിലകൊണ്ടു. 2-ാം അവന്യൂ കിഴക്കൻ മാൻഹാട്ടനിലെ വാഹനഗതാഗതത്തിന്റെ മുഖ്യ നാഡിയായിരുന്നു. 2-ാം അവന്യൂവിന്റെയും ഹൂസ്റ്റണിന്റെയും സന്ധിയിലുള്ള ട്രാഫിക് വിളക്ക് ട്രക്കുകളുടെയും ടാക്സികളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും ഒരു പ്രവാഹത്തെ ഭക്തി വേദാന്തസ്വാമിയുടെ വാതിലിന് മുന്നിലൂടെ കടത്തിവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കാറുകളുടെ ഇരമ്പിപ്പാച്ചിലും ബ്രേക്ക് ഇടുന്നതിന്റെയും ഒച്ചയും സിഗ്നലിനു വേണ്ടിയുള്ള കാത്തുകിടപ്പിന്റെ പിരിമുറുക്കവും തിടുക്കവും അക്ഷമയവും മൂലമുള്ള കുരുക്കും ഗിയർ ഉരയുന്ന ശബ്ദവും എഞ്ചിന്റെ ഇരമ്പലും മുഴക്കവും വീണ്ടും ഇരമ്പലും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവിടുത്തെ വാഹനഗതാഗതം ആരുടെയും ഏകാഗ്രത നഷ്ടപ്പെടുത്തും വിധം ഭാരിച്ചതായിരുന്നു. 26 സെക്കൻഡ് അവന്യൂവിൽ വാസ്തവത്തിൽ 2 കടമുറികൾ ഉണ്ടായിരുന്നു. നാണയ ശുചീകരണശാലയാണ്. തെക്കുള്ളത് ഉപഹാര വസ്തുക്കൾ നിൽക്കുന്ന കടയും. അതിപ്പോൾ അടഞ്ഞു കിടക്കുന്നു. 2നും ഇടുങ്ങിയ പ്രവേശന ദ്വാരങ്ങളും വിശാലമായ പ്രദർശനജാലകങ്ങളും നിറമങ്ങിയ പെയിന്റുമാണുള്ളത്. മാച്ച്ലെസ് ഗിഫ്റ്റ്സ് എന്ന ബോർഡിന് താഴെ 6 അടി ചതുരത്തിലുള്ള ഒരു ജാലകമുണ്ട്. അവിടെ ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ 30കളിലെയും 40കളിലെയും സിനിമാ താരങ്ങളുടെ ഛായാചിത്രങ്ങൾ അലങ്കൃതമായ തീപ്പെട്ടികൾ പ്രദർശിപ്പിച്ചിരുന്നു. അടുത്ത കാലത്ത് അവിടെ നിന്ന് മാറ്റപ്പെട്ട നൊസ്റ്റാൾജിക് ഉപഹാരങ്ങൾ നിൽക്കുന്ന കടയുടെ അവശേഷിക്കുന്ന ഒരു സ്മാരകം മാച്ച്ലെസ് ഗിഫ്റ്റ്സ് എന്ന ആ ബോർഡ് മാത്രമായിരുന്നു. കടയുടെ ജാലകത്തിന് താഴെ നടപ്പാതയുടെ ഒരറ്റത്തായി ഒരു ജോഡി ഇരുമ്പ് വാതിലുകൾ നിലവറയിലേക്കും ബോയിലർ മുറിയിലേക്കും മുള്ള കൽപ്പടികളെ മറച്ചിരുന്നു. വീതിയേറിയ ആ നടപ്പാത കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ഖണ്ഡങ്ങളായി പടുത്തിട്ടുള്ളതായിരുന്നു. അതിൽ ചില ഖണ്ഡങ്ങൾ വീണ്ടും പൊട്ടുകയോ ഇടിഞ്ഞു താഴുകയോ ചെയ്തിരുന്നു. ആ വിള്ളലുകളിലും താഴ്ന്ന ഇടങ്ങളിലും തിളങ്ങുന്ന സ്ഫടികശാലകളോട് കൂടിയ നേർത്ത പൊടി തിങ്ങി നിറഞ്ഞിരുന്നു. നടപ്പാതയുടെ വക്കിൽ മങ്ങിയ കറുപ്പ് നിറമുള്ള ഒരു അഗ്നിശമനത്തിനുള്ള ജലനിർഗമന നാളി സ്ഥാപിച്ചിരുന്നു. നമ്പർ 26ലേക്കുള്ള പ്രധാന പ്രവേശന ദ്വാരം ആ 2 കടമുറികളുടെയും പ്രവേശന ദ്വാരങ്ങളുടെ മധ്യത്തിലായിരുന്നു. തപാൽ പെട്ടികളും ഇന്റർകോമുകളും നിരനിരയായി സ്ഥാപിച്ചിട്ടുള്ള ഒരു പൂമുഖ അറയിലേക്കായിരുന്നു ആ വാതിൽ ിലേക്കുള്ള ഗോവണിയിലേക്കോ പിന്നിലെ അങ്കണത്തിലേക്കോ നയിക്കുന്ന വിശാലമായ ഇടനാഴിയിലേക്ക് കടക്കാം. ആ ഗിഫ്റ്റ് ഷോപ്പിന്റെ ജാലകം സ്ഥിതി ചെയ്യുന്നതിന്റെ ഇടതു ഭാഗത്തായിരുന്നു വാതിൽ. ഒരു മുഴുനീള ചില്ലിട്ട ഇരുണ്ട തടി കൊണ്ടുള്ള ചട്ടം. ആ വാതിൽ തുറക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായും ശൂന്യവും ദീർഘവുമായ കടമുറിയിലേക്കാണ്. അകത്ത് കടന്നാലുടൻ വാതിലിന്റെ വലതുവശത്തായി പ്രദർശനജാലകത്തിന് താഴെ നെടുനീളത്തിലുള്ള പ്ലാറ്റ്ഫോം, ഒരു ഇരിപ്പിടത്തിന് ഏറ്റവും ഇണങ്ങുന്ന ഉയരത്തോടുകൂടിയാണ് അത് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ആ ശൂന്യവും അഴുക്കുപിടിച്ചതുമായ മുറിയുടെ അങ്ങേയറ്റത്തുള്ള കമ്പിയിട്ടതുമായ ഒരു ജാലകങ്ങൾ അങ്കണത്തിലേക്ക് തുറക്കുന്നവയാണ്. അവയിൽ ഇടത്തെ ജാലകത്തിന്റെ ഇടതുവശത്തായി വളരെ ചെറിയൊരു സിങ്ക് ഉണ്ടായിരുന്നു. ഒരു ചെറിയ ടോയ്ലറ്റ് ക്ലോസറ്റും അതിന് പുറത്തായി സ്ഥാപിച്ചിരുന്നു. അതിന്റെ വാതിൽ സ്റ്റോറിന് അഭിമുഖമായി നിലകൊണ്ടു. സ്റ്റോറിന്റെ ഇടത് ഭിത്തിയിലുണ്ടായിരുന്ന ഒരു വാതിൽ അങ്കണത്തിലേക്ക് നയിക്കുന്ന ഒരു വിശാലമായ ഇടനാഴിയുമായി അതിനെ ബന്ധിച്ചു. ആ അങ്കണം നിയതാകൃതിയിലുള്ള കോൺക്രീറ്റ് ഖണ്ഡങ്ങൾ പാകിയതും കുറ്റിച്ചെടികൾ നിറഞ്ഞതും ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട് ഉയരം കൂടിയ വൃക്ഷങ്ങളാൽ വലയിതവുമായിരുന്നു. ഒരു പിക്നിക് മേശയും സിമന്റ് കൊണ്ട് നിർമ്മിച്ച പക്ഷികൾ മൂങ്ങാങ്കുഴിയിടുന്ന ഒരു ടാങ്കും കഴയിൽ ഉറപ്പിച്ച പക്ഷിക്കൂടും അവയിലുണ്ടായിരുന്നു.
അങ്കണമധ്യത്തിൽ കുറ്റിച്ചെടികളാൽ വലയം ചെയ്ത 2 പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. ആ മുറ്റത്തിന് തെക്കും വടക്കും അതിരുകളിൽ ഉയർന്ന മതിൽക്കെട്ടും മുമ്പിലും പിമ്പിലും 2 കെട്ടിടങ്ങളുമാണുള്ളത്. മുകളിൽ ദൃശ്യമായിരുന്ന ആകാശത്തിന്റെ ഒരു ഖണ്ഡം വളരെ ആശ്വാസം പകരുന്ന ഒന്നായി. 26 സെക്കൻഡ് അവന്യൂവിലെ പിന്നിലെ വരാന്തയിൽ നിന്നിറങ്ങി താഴത്തെ അങ്കണത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഭക്തിവേദാന്ത സ്വാമി താമസിക്കുവാനും ആരാധന നടത്തുവാനും സജ്ജമാക്കിയിട്ടുള്ള 2ാം നിലയിലെ അപ്പാർട്ട്മെന്റ് കാണാം. അദ്ദേഹം ഹരേ കൃഷ്ണ മാതാജി, നമ്മുടെ സമയമായി. വിഹാരി ജയ ഗോപി ജനവല്ല ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജജനരഞ്ജന യശോദനന്ദന വ്രജജനരഞ്ജന യമുന തീര വനചാരി ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ശ്രീല പ്രഭുപദ ശ്രീല പ്രഭുപദ പ്രഭുപദ ശ്രീല പ്രഭുപദ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ചെറിയ എടുത്തുണ്ട്. ഞാനിപ്പോ വൃന്ദാവനത്തിൽ നിന്നല്ല, കേരളത്തിൽ വന്നിട്ടുണ്ട്. 1 മാസമായി കേരളത്തിൽ വന്നു. അപ്പൊ അണ്ണൻ ഇന്നലെ രാത്രി 10:30ക്കാണ് വിളിച്ചു പറഞ്ഞു. കഥകളൊന്നും ഇപ്പൊ ഓർമ്മ നിൽക്കുന്നില്ല. ഞാൻ ഭഗവത്ഗീതയുടെ 1-2 ശ്ലോകങ്ങൾ പറയാന്ന് വിചാരിക്കുവാണ്. എല്ലാവർക്കും സമ്മതമല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ഒരുപാട് കേട്ടിട്ടും ഹരേ കൃഷ്ണ എപ്പോഴും വിചാരിക്കും ഗീത തന്നെ പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. മൂകം കരോതി വാചാലം പങ്കൂലം ഗയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ
പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും, ഈ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ സുഹൃത്തികളാണ്. കാരണം ഇത്ര രാവിലെ തന്നെ എല്ലാവരും ചേർന്ന് ഭഗവത് ശ്രവണത്തിനായിട്ട് വന്നുകൂടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം കാണുന്നതും നിങ്ങളുടെ കൂടെ സത്സംഗം ചെയ്യുന്നതും എന്റെയും കൂടെ ഭാഗ്യമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭക്തർ എങ്ങനെയായിരിക്കണമെന്ന്. അപ്പോ നമുക്ക് സ്വയം അറിയാമല്ലേ, സ്വയം വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഭക്തിനിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണ് എന്നൊക്കെ ഒരു വിചാരം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭക്തൻ ആരാണ്. അതിനെ കുറിച്ച് നമുക്കിന്ന് ചെറിയൊരു ചർച്ച ചെയ്യാം. നമ്മുടെ ഉത്സവ പറമ്പുകളിലും മറ്റും എപ്പോഴും അനൗൺസ്മെന്റ് ചെയ്യുന്നത് കാണാം അല്ലെ, ഭക്തജനങ്ങളെ നിങ്ങൾ ആ വരിയിൽ ക്യൂ ആയി നിൽക്കുക, അല്ലെങ്കിൽ പൊങ്കാല സമയത്ത് ഭക്തജനങ്ങളെ പൊങ്കാല തിളയ്ക്കുന്നതിന് സമയമായി, അങ്ങനെ അനൗൺസ്മെന്റിലെല്ലാം ഭക്തജനങ്ങളെ എന്ന് പറഞ്ഞാണ് അവർ സംബോധന ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് അമ്പലത്തിൽ തൊഴുന്നവരായിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാവരും ഭക്തജനങ്ങളെ എന്ന് പറയും. നാം സ്വയം ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ടല്ലേ, ഞാൻ ഒരു ഭക്തനാണോ? അപ്പോ അതിനെക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവത്ഗീതയിൽ 18 ചാപ്റ്റർ ഉണ്ട്. ആ 18 ചാപ്റ്ററിൽ തന്നെ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കർമ്മയോഗ, ജ്ഞാനയോഗ, ധ്യാനയോഗ, വിഭൂതി യോഗ, രാജവിദ്യ, രാജഗുഹ്യ യോഗം, അങ്ങനെ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ യോഗ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയായിരിക്കും തീർച്ചയായിട്ടും. ഒത്തിരി പേർക്ക് അറിയാം. യോഗ എന്നാൽ എന്താണ്? കൂടിച്ചേരൽ. തീർച്ചയായിട്ടും. അപ്പൊ കൂടിച്ചേരൽ, എന്ത് കൂടിച്ചേരലാണ്? ഭഗവാനുമായിട്ട് ജീവാത്മാ പരമാത്മ ആ ഒരു റിലേഷൻ യോജിക്കുക അല്ലെ, ചങ്ങല, വിട്ടുപോയ ചങ്ങല യോജിക്കുക, അതാണ് യോഗ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുജ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന വാക്ക് തന്നെ ഉണ്ടായത് അല്ലെ. ഇപ്പൊ സാധാരണ ആൾക്കാർ എന്ത് പറയും, പ്രകൃതി പുരുഷ ഐക്യം, അങ്ങനെയൊക്കെ അതിനെ വിശദീകരിക്കാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ യോഗ എന്ന ജീവാത്മാ പരമാത്മ വിട്ടുപോയ റിലേഷൻ കൂടിച്ചേരുന്നതാണ് യോഗ. അപ്പം ഭഗവത്ഗീതയിൽ ഈ ഒരുപാട് ചാപ്റ്റർ ഉള്ളതില് ഭഗവാൻ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7-ാം അധ്യായത്തിലും വിശദമായി പറഞ്ഞിരിക്കുന്നത് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭക്തിയോഗ 12-ാമത്തെ ചാപ്റ്റർ ഭക്തിയോഗയിലും വിശദമായി വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് 7-ാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ എത്ര പേരുണ്ട്? 10-50 പേരോളം ഉണ്ടല്ലേ. അപ്പൊ ഈ എല്ലാവരെ കുറിച്ചും ഭഗവാൻ പറയുന്നത് എന്തുവാ? സുകൃതികളാണ്. സുകൃതികൾ. ഭഗവാനെ അറിയാനും ഭഗവാനെ കേൾക്കാനും ആഗ്രഹിക്കുന്നവരെ സുകൃതികൾ എന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നു. ഭഗവാനിൽ നിന്നും ദൂരെ നിൽക്കുന്നവരെ എന്താണ് പറയുന്നത്? ദുഷ്കൃതികൾ. അപ്പോൾ ഭഗവത്ഗീതയിലെ 7-ാമത്തെ ചാപ്റ്റർ എടുക്കണം എല്ലാവരും. അതില് 7-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം ആരെങ്കിലും ഒരാൾ വായിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ചെല്ലട്ടെ മാതാജി. ഹരേ കൃഷ്ണ. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമഃ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരാൾ ഭാവാർത്ഥം വായിക്കും.
വിവർത്തന വായിച്ചാൽ ഭാവാർത്ഥം വിവർത്തനം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദുഷ്കൃതരായ മൂഢന്മാർ, അതായത് ശ്ലോകം വാക്യം. നമാം ദുഷ്കൃതിനോ മൂഢഃ പ്രബധ്യന്തെ നരാധമാ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. അപ്പോ നാല് ദുഷ്കൃതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 4 പേര് ആരാണെന്ന് അറിയണ്ടേ? മൂഢന്മാർ, നരാധമന്മാർ, മായയാ അപഹൃതജ്ഞരായിട്ടുള്ളവർ, ആസുരം ഭാവമാശ്രിതരായിട്ടുള്ളവർ. അപ്പൊ മൂഢന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്താന്ന് വെച്ചാൽ മൃഗങ്ങളെ പോലെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നമ്മുടെ മനുഷ്യരെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂഢന്മാരെന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ പോലെ കഠിനമായി അധ്വാനം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മൃഗങ്ങൾ കഠിനമായി അധ്വാനം ചെയ്യുന്നത്? തുച്ഛമായ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പോ അതിന് മൃഗത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കഴുത, പന്നി നമുക്കത് നോക്കാം. എത്രമാത്രം കഷ്ടപ്പെടുവാണ്, അല്ലെ? എന്തിനു വേണ്ടി? ഒരു ഇച്ചിരി അരച്ചാൻ വയറിന് വേണ്ടി അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ? കഴുതയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുത്തുവാണ് മനുഷ്യര്. അവർക്ക് അറിയില്ല എന്തിനു വേണ്ടി. അവർ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി, ചെറിയ ഒരു അല്പനേരത്തെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നു. കഴുത എന്താ ചെയ്യുന്നത്? തന്റെ ഇണയെയും യജമാനെയും തൃപ്തിപ്പെടുത്തിയിട്ട് കുറച്ച് ആഹാരം കഴിച്ച് തൃപ്തനാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു പന്നിയെ ഉദാഹരണമായിട്ട് എടുത്താൽ എന്തുവാണ്? നെയ്യും പഞ്ചസാരയും എല്ലാം ചേർത്തുണ്ടാക്കിയ നല്ല മധുര പലഹാരങ്ങൾ അത് കൊടുത്താൽ അത് കഴിക്കൂ? ഇല്ല, കഴിക്കുകയില്ല. അപ്പൊ അതിന് അമേദ്യമാണ് പ്രിയം. അപ്പൊ നമ്മൾ 4 ദുഷ്കൃതികളെ കുറിച്ച് പറയുമ്പോ ആദ്യം നമ്മൾ ഭഗവാൻ മൂഢ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് അവരെ നമുക്ക് മൃഗങ്ങളോട് ആണ് ഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത്, മൃഗങ്ങളോട്. അടുത്തത് എന്തുവാ? നരാധമന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ കാണുന്ന സംസ്കാര സമ്പന്നരായിട്ടുള്ളവർ തന്നെയാണ്. അതിലെ രാഷ്ട്രീയ പ്രമുഖരോ പിന്നെന്തുവാ സാമൂഹികമായിട്ട് വർക്ക് ചെയ്യുന്നവരോ എല്ലാം കാണും. പക്ഷെ എന്തുവാ? അവിടെ ഈശ്വര വിശ്വാസം എന്നൊരു കാര്യമില്ല. ഇവരെയാണ് പറയുന്നത് സ്വന്തം ആത്മാവിനെ ഹനിക്കുന്നവൻ, ആത്മഹ എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഗുരു മഹാരാജ് പറയുന്നുണ്ട്, ഭക്തിയുത സേവനത്തിലേക്ക് കാലെടുത്ത് വെച്ചവർ, അതിന് വ്യതിചലിച്ച് ജീവിക്കുന്നവരെ നരാധമന്മാർ എന്ന് പറയുന്നുണ്ട്. അടുത്ത 3ാമത്തെ കൂട്ടർ ആരാണ്? മായയാ അപഹൃതജ്ഞാന. അതായത് അവർക്ക് സംശയമാണ്, ഊഹാപോഹമാണ്. അതങ്ങനെയാണ്, ആ വഴി പോയാൽ ഇങ്ങനെ ശരിയാകില്ലേ, ഈ വഴി പോയാൽ ശരിയാകില്ലേ, അങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്നവരെ ഊഹാപോഹക്കാർ. അവരെന്തുവാ? മായ അപഹൃതജ്ഞാന. അവര് വിദ്യാസമ്പന്നരായിരിക്കും, പണ്ഡിതന്മാരാണ്, ശാസ്ത്രജ്ഞന്മാരായിരിക്കും. പക്ഷെ അവര് ഒന്നിലും സ്ഥിരമായി നിൽക്കത്തില്ല. കണ്ടുപിടിച്ച് അങ്ങനെ ഭഗവാനെ പോലും അവര് നിരീക്ഷിച്ചും പരീക്ഷിച്ചും അങ്ങനെ പോകുന്നവരാണ്. അവരെന്തുവാ? ഭഗവത്ഗീത പോലും അവര് നിരീക്ഷിച്ച് അവരവരുടെ സ്വന്തം വ്യാഖ്യാനത്തിൽ ഭഗവത്ഗീത എല്ലാം എഴുതും. അവരെ മായ അപഹൃതജ്ഞാന എന്ന് പറയുന്നു. അടുത്ത 4ാമത്തെ കൂട്ടരാരാണ്? ആസുരഭാവമാശ്രിതർ. ഈ ആസുരഭാവമാശ്രിതർ എന്ന് പറയുന്നത് കറകളഞ്ഞ നിരീശ്വരവാദികളെയാണ് പറയുന്നത് ആസുരഭാവമാശ്രിതർ എന്ന്. അവര് ഭഗവാൻ കൃഷ്ണനെ വ്യക്തി രൂപത്തിൽ അവര് അംഗീകരിക്കത്തില്ല. ബ്രഹ്മം എന്ന ഒരു ലൈനിൽ പോകുന്നവരാണ്. അവര് പറയും ഭഗവാൻ ഒന്നും അവതരിക്കുന്നില്ല, കാരണം അവര് സ്വയം ഭഗവാൻ എന്ന് സങ്കല്പിക്കുന്നവരാണ്, അവതാരമെടുത്തവർ. അങ്ങനെയുള്ളവരെ ആസുരഭാവമാശ്രിതർ എന്ന് പറയുന്നു. ഇവരെന്തുവാ? ഭഗവാനെ കിട്ടത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് ഭഗവാനെ കിട്ടത്തില്ല. ഇപ്പൊ ഇവരെ ഭഗവത്ഗീതയിൽ 15ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു ദുഷ്കൃതികൾ എന്ന് പറയുന്നു.
അപ്പൊ നമുക്കിത് ബാധകമല്ല അല്ലേ? നമുക്കിപ്പൊ കൂടിയിരിക്കുന്ന ആർക്കും ഇത് ബാധകമല്ല. നമ്മളെ എന്താ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്? സുകൃതികൾ. 16ാമത്തെ ശ്ലോകം വായിക്കോ മാതാജി? ഹരേ കൃഷ്ണ. 16ാമത്തെ ശ്ലോകം ഞാൻ വായിക്കണം മാതാജി. ആ. ചതുർവിധാ ഭജന്തേ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഒരാൾ വായിക്കാവോ? കൃഷ്ണ 16ാമത്തെ ഇല്ലേ മാതാജി? അതെ മാതാജി. ഹേ ഭരതകുല ശ്രേഷ്ഠ, സുഹൃതികളായ 4 കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. അപ്പൊ ഭഗവാൻ 16ാമത്തെ ചാപ്റ്ററിൽ പറയുന്നു, ചതുർവിധ ഭജന്തേ മാ ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ഛ ഭരതർഷഭ. 4 കൂട്ടര് എന്നെ കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ 4 പേരാണ്. അപ്പൊ അവരെ സുകൃതികൾ എന്ന് ഭഗവാൻ, ഈ സുകൃതികളിൽ ഉൾപ്പെടുന്നതാണ് 4 പേര്. 4 പേര് ആരൊക്കെയാണ്? ആർദ്ധന്മാര്, ജിജ്ഞാസുക്കൾ, അർത്ഥാർത്ഥി, ജ്ഞാനി. അങ്ങനെ 4 കൂട്ടര്. അപ്പൊ ഇവര് എങ്ങനെയാ സുകൃതികളായത്? ഇവര് സത്കർമ്മം ചെയ്തിട്ടുണ്ട്. സത്കർമ്മം ചെയ്യുന്നവര് ഇവരെന്തുവാന്ന് വെച്ചാല് ഈശ്വരാവബോധമുള്ളവരാണ്. ഇവർക്ക് കുറച്ചെങ്കിലും ഈ ദുഷ്കൃതികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പമേ ഇല്ല. ഈ സുകൃതികളുടെ ഇതിൽ വരുമ്പോ അവര് ഈശ്വരനെ അംഗീകരിക്കുന്നവരാണ്. ഭഗവാനാണ് ഈ ഭൗതിക പ്രകൃതി എല്ലാത്തിന്റെ ഉറവിടമാണെന്ന് അവർക്കറിയാം. എല്ലാം നയിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം നടക്കുന്നത് അവർക്കറിയാം. കൂടാതെ അവർ ഭഗവത് നിർദ്ദേശങ്ങൾ ചെയ്യുവാനും അവര് തയ്യാറാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് സുകൃതികൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 4 കൂട്ടരുണ്ട് അല്ലെ? ധർമ്മനിഷ്ഠയുള്ള വൈദിക ശാസ്ത്രങ്ങൾ അനുസരിക്കുന്ന ഈ കൂട്ടർ ജിജ്ഞാസു, ആർദ്ധൻ, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെ. അപ്പോ ജിജ്ഞാസു എന്ന് പറയുമ്പോൾ അറിയാൻ ഉത്സുകരായിട്ടുള്ളവർ. എന്താണ് ഞാൻ, ആരാണ്, അറിവ് അറിയാൻ വേണ്ടി ഭഗവാൻ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനിവിടെ വന്നു, ഈ ലോകത്ത് വന്നു, അങ്ങനെയുള്ളവരെ ജിജ്ഞാസു എന്ന് പറയുന്നു. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പരീക്ഷിത് മഹാരാജാവിന്റെ ഭാഗവതത്തിലൊക്കെ നിൽക്കുന്ന നൈമിഷാരണ്യത്തിലെ ശൗനകാദി ഋഷികളെ നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമുക്ക് വേദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പൊ അവരൊരു ഉദാഹരണമാണ്. അവർക്ക് അറിയാൻ, ഭഗവാനെ കുറിച്ച് അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ അവര് സുകൃതിയിലെ ഫസ്റ്റ്. സെക്കൻഡ് വരുന്നത് ആർത്തൻ. ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ. നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ദുഃഖം വരുമ്പോ നാം ആരെയാണ് വിളിക്കുന്നത്? ഭഗവാൻ അല്ലെ? അപ്പൊ അവര് വേറെ ആരെയും അവർ ആശ്രയിക്കുന്നില്ല, ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. നമ്മൾ ആ പരമ്പൊരുളിനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആർത്തന്മാരും ദുഃഖിതന്മാരും ഭഗവാനെ ആശ്രയം പ്രാപിക്കും. അതിന് വേദങ്ങളിൽ ഉദാഹരണം പറഞ്ഞ ഗജേന്ദ്രൻ, അദ്ദേഹത്തിന് ആപത്ത് പിണഞ്ഞപ്പോ അദ്ദേഹം ഭഗവാനെയാണ് ഉള്ളഴിഞ്ഞ് വിളിച്ചത്. ഭഗവാൻ വന്നു. പിന്നെ എന്തുവാ ആരാണുള്ളത്? അർത്ഥാർത്ഥി. അർത്ഥാർത്ഥി എന്ന് പറഞ്ഞാൽ അർത്ഥം പൈസ. അപ്പം പൈസയ്ക്കും മറ്റു സാധനങ്ങൾക്കും വേണ്ടി കാക്ഷിക്കുന്നവർ, അവരും ഈ ഭൗതികാഭിലാഷം കിട്ടാൻ വേണ്ടിയിട്ടും അവരും ഭഗവാനെ തന്നെയാണ് പ്രാപിക്കുന്നത്. അപ്പൊ നമുക്ക് വേദങ്ങളിൽ നിന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ധ്രുവ മഹാരാജ്, അദ്ദേഹത്തിന്റെ രാജ്യഭരണം കിട്ടാനും അച്ഛനോടുള്ള സ്നേഹം തിരിച്ചു കിട്ടാനും വേണ്ടി അതിനുവേണ്ടി ആണ് ആദ്യം അദ്ദേഹം ഭഗവാനെ ആശ്രയം. അപ്പൊ അദ്ദേഹം അർത്ഥാർത്ഥിയിൽ പെടുന്നു. പിന്നെ ജ്ഞാനി എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരാണ് ജ്ഞാനികൾ. ശുകദേവ ഗോസ്വാമിയും പിന്നെന്തുവാ ശുകദേവ ഗോസ്വാമി, പിന്നെ ആരാ, സനക സനാതന്മാരും അവരെല്ലാം നമുക്ക് വേദങ്ങളിൽ നോക്കുവാണെങ്കിൽ
അപ്പൊ ഈ 4 കൂട്ടരെ പക്ഷെ ജ്ഞാനിയെ വിട്ടിട്ട് ബാക്കി 3 പേരുമാണെങ്കിൽ എന്തുവാ ശുദ്ധമായ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ശുദ്ധമായ ഭക്തിയല്ല. ഒന്നിനു വേണ്ടി അവർക്ക് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭഗവാനെ പ്രാർത്ഥിച്ചത്. അപ്പൊ അത് ശുദ്ധ ഭക്തിയാണോ എന്ന് ചോദിച്ചാൽ ശുദ്ധ ഭക്തിയല്ല. പക്ഷേ ഇവരുടെ മനസ്സിൽ നിന്നുള്ള ആ കറ, ആഗ്രഹം, ഇച്ഛ അത് മാറ്റിയിട്ട് ഭഗവാനെ സാക്ഷാത്കരിക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും സുകൃതികളായി മാറുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഇവരുടെ ഇന്റൻഷൻ ആദ്യം എന്താന്ന് വെച്ചാൽ ഭൗതിക ആഗ്രഹങ്ങളും മറ്റുമൊക്കെയാണ്. പക്ഷെ എന്നാൽ അവർ ഭഗവാനെയാണ് ആശ്രയിക്കുന്നത്. മറ്റു കൂട്ടരാകട്ടെ ഭഗവാനെ ഒരിക്കലും കിട്ടുന്നില്ല, എന്നെ കിട്ടുകയില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 17ാമത്തെ തൊട്ടടുത്ത 17ാമത്തെ ശ്ലോക ആരെങ്കിലും ഒരാൾ വായിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വാസുദേവായ തേഷാജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യഹം അഹം സച മമ പ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഒരാൾ വായിക്കാം. വിവർത്തനം ഒരാൾ വായിക്കാം മാതാജി. ആരെങ്കിലും ഭഗവത്ഗീത കയ്യില് വായിക്കട്ടെ മാതാജി. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ ഈ 4 കൂട്ടരെ പറഞ്ഞതിൽ ഭഗവാൻ ഏറ്റവും പ്രിയം ആരെയാണെന്ന് പറയുന്നത് ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തി, കറകളഞ്ഞ ശുദ്ധ, അതായത് മനസ്സിൽ ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ കറകളഞ്ഞ് ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനെയാണ് എനിക്ക് പ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെടുത്ത് പറയുന്ന ഒരു വാക്ക് ജ്ഞാനം. അപ്പൊ നമുക്ക് ആദ്യം ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം അറിവ്. പക്ഷേ അറിവ് എന്ന് പറയുമ്പോ നമ്മുടെ ഭൗതികമായിട്ടുള്ള ജ്ഞാനങ്ങൾ, അറിവുകൾ നേടുന്നതിനെ നമുക്ക് അറിവ് എന്ന് പറയാം. നമ്മൾ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനം എന്ന് പറയുമ്പോൾ വിജ്ഞാനമാണ്. വിജ്ഞാനം മീൻസ് നാമും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുക, വേദങ്ങൾ, ഉപനിഷത്തുകൾ മനസ്സിലാക്കുക, അതായത് ആത്മീയമായ കാര്യങ്ങൾ കൂടുതൽ അറിയും. നമുക്ക് വിജ്ഞാനമാണ് ലഭിക്കുന്നത്. ആത്മാ പരമാത്മാ ജ്ഞാനം. ഇപ്പൊ നമുക്ക് ജീവാത്മാവായ നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രം അറിയാം, അല്ലെ? സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ചും അറിയില്ല, കുറച്ചൊക്കെ അറിയാം. പക്ഷേ പരമാത്മാ എന്ന് പറയുമ്പോൾ എന്തുവാ? എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചും അറിയുന്നത്, അല്ലെ? നമുക്ക് നമ്മുടെ ജീവാത്മാവായ നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് പോലും പൂർണ്ണമായ അറിവില്ല. പക്ഷേ ആ പരമാത്മാവായ ഭഗവാന് എല്ലാ ശരീരങ്ങളെ കുറിച്ച്, എല്ലാ ക്ഷേത്രം, നമ്മുടെ ശരീരത്തിന് ക്ഷേത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്, എല്ലാ ക്ഷേത്രങ്ങളെ കുറിച്ചും അറിയുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ ഭഗവാൻ. അപ്പൊ ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടുന്നതിന് വിജ്ഞാനം, ജ്ഞാനം എന്ന് പറയുന്നു. അപ്പോ ഭഗവാനെ നമുക്ക് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ജ്ഞാനത്തോടുകൂടിയുള്ള ഭക്തി, ജ്ഞാനത്തോടു കൂടിയുള്ള ഭക്തി മീൻസ് ഭഗവാനാണ് ഈ സർവ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവവും എന്ന് മനസ്സിലാക്കുന്ന ഭക്തൻ, കറകളഞ്ഞ ഭക്തൻ. ആ ഉണർവ് ഉണ്ടാകുന്നവൻ, അതായത് കാൺപത്, നമ്മുടെ ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലേ, യാതൊന്ന് കാൺപതതു നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതതു നാരായണ ശ്രുതികൾ. അങ്ങനെ മനസ്സിനെ അങ്ങനെ ആക്കിയെടുത്ത ഓരോ വ്യക്തിയും ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്ന് ഭഗവാൻ പറയുന്നു. അടുത്തത് 28ാമത്തെ ശ്ലോകം, ഏഷാം തുന്തകതം ഭാവം. അതൊരാൾ വായിക്കാവോ? ശ്ലോക വായിക്കാവോ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 28. 28.
യേഷാം ദ്വന്ദ്വഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ ഇതിൽ പറയുന്നത് ഏഷാം ത്വന്തകതം പാപം ജനാനാം പുണ്യകർമ്മണ തേ ദ്വന്ദ്വമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതഃ. അപ്പൊ നമുക്ക് എങ്ങനെയുള്ളവർക്കാണ് അപ്പൊ നമുക്ക് ഭക്തരാകാൻ കഴിയുന്നത്? വെറുതെ നമുക്ക് ഓടി വന്ന ഒരു ഭക്തനാകാനോ ഭക്തിനാകാനോ കഴിയില്ല, മനസ്സിലാകില്ല. അതാണ് സത്യം. നമുക്ക് അതിനോടൊരു ടേസ്റ്റ് ഉണ്ടാകില്ല. നമുക്ക് എന്തുകൊണ്ട് ഭഗവാനെ അറിയാനുള്ള ആ ഒരു സുകൃത്തം കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. പൂർവജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ എന്തുവാ പറയുന്നേ? അന്തഗതം മീൻസ് അസ്തമിച്ചിരിക്കുന്നു. നമ്മുടെ പാപം അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ, ആ പരമ്പൊരുളിനെ മനസ്സിലാക്കാനുള്ള ആ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഇത്ര രാവിലെ ഭഗവത് ശ്രവണം കേൾക്കാൻ വന്നു കൂടുകയുള്ളൂ. അപ്പോ നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ? നമുക്ക് ഇച്ചിരിയെങ്കിലും സുകൃതം നാം ചെയ്തിട്ടുണ്ട്, നാം ഭഗവാന് പ്രിയപ്പെട്ടവരാണ് എന്ന്, അല്ലെ? അപ്പൊ നമുക്ക് ഉള്ള ഒരു കുഴപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെ? നമുക്ക് കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ആഗ്രഹങ്ങളും ഇച്ഛകളും എല്ലാം ഉണ്ട്. അതോടുകൂടിയാണ് നാം ഭഗവാനെ ആശ്രയിക്കുന്നതും പ്രാപിക്കുന്നു. പക്ഷെ നമുക്ക് ഭഗവാൻ ഇതിൽ പറയുന്നു ആ കറ കുറച്ച് മാറ്റണം. നമ്മുടെ ആ അശുദ്ധി, കൽമഷം മാറ്റി കുറേശ്ശെ നമുക്ക് കുറേശ്ശെ അത് മാറ്റാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ ആ ഗ്രൂപ്പിൽ പെട്ടു, ആ ഒരു മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു എന്ന് ഭഗവാൻ നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇത് 7ാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് ഇത്രയും പറഞ്ഞു. ഇത്രയും നമുക്ക് സന്തോഷിക്കാനുള്ള വകയാണ്. ഇനി നമുക്ക് 12ാമത്തെ ചാപ്റ്റർ ഭക്തിയോഗ, അതിലോട്ട് പോകാം. ഭക്തിയോഗയില് ഭഗവാൻ എന്താണ് പറയുന്നത്? അപ്പൊ യഥാർത്ഥ ഭക്തന്റെ ക്വാളിറ്റി ഭക്തിയോഗയില് പറയുന്നുണ്ട്. ഭക്തിയോഗ ചാപ്റ്റർ 12 എടുക്കാവൂ എല്ലാരും. ഭക്തിയോഗയില് ശ്ലോക 13 മുതൽ ചാപ്റ്റർ അവസാനിക്കുന്ന 20 വരയ്ക്കും ഭക്തന്റെ ഗുണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതിൽ 13ാമത്തെ ശ്ലോക വായിക്കൂ. 13ാമത്തെ ശ്ലോകം. അദ്വേഷ്ടാ സർവഭൂത വായിക്കും. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രാ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമീ. സെക്കൻഡ് ശ്ലോക കൂടി. സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപിതമനോ ബുദ്ധിർയോ മദ്ഭക്ത സമേ പ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിൽ ഭഗവാൻ പറയുന്നു അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. ഒരു ഭക്തൻ എങ്ങനെയുള്ളവനായിരിക്കണം? അദ്വേഷ്ട എന്ന് പറഞ്ഞാൽ താഴെ ആ വിവർത്തനം ഒന്ന് വായിക്കാം. മത്സര്യം കൂടാതെ സർവ ജീവസത്തകൾക്കും സുഹൃത്തായി, ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. അപ്പൊ ഇതില് ഭഗവാൻ ഭക്തന്റെ ക്വാളിറ്റി പറയുന്നു, അല്ലെ? അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഉയർന്ന ഭക്തന്മാരെ കുറിച്ച് പ്രതിപാദിക്കുകയാണിത്. ഭഗവാൻ ഇവരെ ഏറ്റവും പ്രിയമാണ്. ഭക്തൻ എന്ന വേർഡ് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പൊ അദ്വേഷ്ട എന്നാൽ അർത്ഥം എന്താണ്? ആരെയും വെറുക്കാൻ കഴിയില്ല ആ ഭക്തൻ, അല്ലെ? എല്ലാവരെയും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാണുന്നതെല്ലാം നാരായണ പ്രതിമ, കേൾക്കുന്നതെല്ലാം നാരായണ ശ്രുതികൾ. അങ്ങനെയുള്ള ഒരു ഭക്തൻ, കാണുന്നവരെ എല്ലാം നാരായണനെ കാണാൻ കഴിയുന്ന ആ വ്യക്തിക്ക് ആരെങ്കിലും വെറുക്കാൻ കഴിയോ? സർവഭൂതാനാം അദ്വേഷ്ട, ഒരാളെ നമുക്ക് വെറുക്കാൻ കഴിയുകയില്ല. അപ്പൊ നാം വിചാരിക്കും നമുക്ക് ഭക്തനാകണമല്ലോ, ആരെടുത്തും വെറുക്കണ്ട. അപ്പൊ എന്താ ചെയ്യാ? ആരോടെങ്കിലും സംസാരിച്ചാലല്ലേ
നമുക്ക് ഒരാളോട് വെറുപ്പും ഒരാളോട് ഇഷ്ടവും എല്ലാം തോന്നുക. അപ്പൊ ആരോടും മിണ്ടാണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഉദാസീനായി ഇരിക്കരുതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എങ്ങനെയാ പറയണേ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവച. ഒരു ഭക്തന് ആരോടും മിണ്ടാണ്ട് ചുമ്മാതെ ഇരിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭക്തനാകണമെങ്കിൽ എന്തുവാ വേണ്ടത്? മൈത്രകരുണയേവച, മൈത്രേയ, എല്ലാവരോടും മൈത്രീഭാവം, കാണുന്നവരെ എല്ലാവരെ മിത്രത. അപ്പം മിണ്ടാണ്ടിരുന്ന മിത്രം ആകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആരോടും വെറുപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാരഃ. നിർമ്മമ മീൻസ് സ്വാർത്ഥ ചിന്തയില്ലാതെ. നിർമ്മമ വരുമ്പോ മനസ്സില് നമുക്ക് നമ്മുടെ ആൾക്കാർ, എന്റെ സ്വത്ത്, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ അയൽക്കാർ, എന്റെ ബന്ധുമിത്രാദികൾ, അങ്ങനെ എന്റെ എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോഴാണ് നമുക്കവിടെ വെറുപ്പും വിദ്വേഷവും എല്ലാം ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ യഥാർത്ഥ ഒരു ഭക്തന് എല്ലാവരും നാരായണ സ്വരൂപമായിട്ട് കാണണമെന്ന് ഭഗവാൻ പറയുന്നു. എല്ലാവരും നാരായണ സ്വരൂപമാകുമ്പോ എന്റെ എന്ന് പറഞ്ഞു ഒന്നുമില്ല, ഞാനേ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനേ ഭഗവാന്റെ ഒരു ചെറിയൊരു അംശമാണെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ കരുണയാൽ നമുക്കിവിടെ ഒരു ജന്മം കിട്ടി. എല്ലാം ഭഗവാന്റെ കരുണയാൽ നമുക്ക് നടക്കാൻ കഴിയുന്നു. നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കാല് താഴെ വെക്കണമെങ്കിൽ ഭഗവാൻ തീരുമാനിച്ചാൽ മാത്രമേ കഴിയുള്ളൂ, അല്ലെ? അപ്പൊ എന്തിനു വേണ്ടിയുള്ള അഹങ്കാരമാണ്, അല്ലെ? ഞാൻ എന്റെ എന്ന് പറഞ്ഞു ഒന്നുമില്ല. ഒരു യഥാർത്ഥ ഭക്തന് എല്ലാവരെയും ഭഗവാന്റെ അംശങ്ങളായിട്ട് കാണുവാനും എല്ലാവരെയും ആ ഒരു ഭഗവാന്റെ ആ ഒരു സ്വരൂപമായി കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ആരോടും വിദ്വേഷം ഉണ്ടാകില്ല എന്ന് പറയുന്നു. നിർമ്മമോ നിരഹങ്കാരഃ. നിർമ്മമ, ഒന്നിലും മമതയില്ലാതെ, ആരോടും മമതയില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ദർശിക്കുവാൻ കഴിയുന്നവൻ യഥാർത്ഥ ഭക്തൻ. അപ്പൊ അങ്ങനെയുള്ള ഭക്തൻ നിരഹങ്കാര, അഹങ്കാരമില്ലാതിരിക്കും. എനിക്ക് എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴാണല്ലോ അഹങ്കാരം ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നത്. ഞാൻ എന്തോ ആണ് എന്നൊരു ചിന്ത, എനിക്ക് അത്രയും പൈസയുണ്ട്, എനിക്ക് വീടുണ്ട്, എനിക്ക് സുന്ദരിയായ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണല്ലോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടാകും. എനിക്കൊന്നുമില്ല എന്ന ആ ഒരു മനോഭാവം വരുമ്പോൾ നിരഹങ്കാര സമ ദുഃഖ സുഖക്ഷമി. ഇപ്പോ നമുക്ക് സമ ദുഃഖ സുഖക്ഷമി, ദുഃഖത്തിലും സുഖത്തിലും സമഭാവന ദർശിക്കുന്നവനായിരിക്കും. സുഖം വന്നാലായിക്കോട്ടെ, ആ സുഖം നിരന്തരമല്ല, അത് പോകുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഭക്തന് ഉണ്ടാകുന്നു. ദുഃഖത്തിലാകട്ടെ ഒത്തിരി കരയുകയും മനസ്സ് തളർന്നിരിക്കുകയും, ഓട്ടോമാറ്റിക്കലി കരച്ചിലും എല്ലാം വരും, അത് സ്വാഭാവികം. പക്ഷേ അതിൽ നിന്നും ഇത് നമുക്ക് വരുന്നതാണ്, പോകുന്നതാണെന്ന് മനസ്സിലാക്കി ആ സമചിത്തത കൈവരുത്തുവാൻ ഒരു ഭക്തന് കഴിയും എന്നാണ്. ക്ഷമി, സമദുഃഖ സുഖക്ഷമി, ക്ഷമിക്കാനുള്ള കഴിവ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അദ്വേഷ്ട സർവഭൂതൻ, വെറുപ്പ്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്നവരെ പോലും, ഇപ്പം നമ്മള് ചുമ്മാതെ ഇരുന്നാലും നമുക്ക് ഇങ്ങോട്ട് ഉപദ്രവം ലഭിക്കുന്നവരുണ്ടല്ലേ, അപ്പൊ അവരോട് പോലും ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. തന്നോട് മോശമായി പെരുമാറുന്നവരോട് പോലും ഭഗവാനോട് നമുക്ക് അത് ഭഗവാന്റെ തന്നെ അംശമാണെന്ന് മനസ്സിലാക്കി അവരോട് ദയയായിട്ടും അവരോട് സ്നേഹമായിട്ട് പെരുമാറാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നു. അവരോട് ക്ഷമിക്കാനുള്ള ഒരു ഇതും ഉണ്ടാകുന്നു. അതെങ്ങനെ? നിർമ്മമ അദ്വേഷ്ട സർവഭൂതാന മൈത്രകരുണയേവച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. അപ്പൊ ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് ശ്ലോകത്തിൽ, 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്, സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർയോ മദ്ഭക്ത സമേ പ്രിയഃ. അപ്പൊ ആദ്യം ഭക്തന്റെ ക്വാളിറ്റി എല്ലാവരോടും അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാവരോടും സ്നേഹത്തോടുകൂടി മൈത്രകരുണയേവച വിദ്വേഷാതെ മൈത്രീഭാവത്തിൽ ഇരിക്കുകയും നിർമ്മമോ എനിക്ക് നിർമ്മമ, ആരോടും മമതയില്ലാതെയും സ്വാർത്ഥ ചിന്തയില്ലാതെയും അഹങ്കാരം ഒരു ലേശം പോലും ഇല്ലാതെയും ദുഃഖത്തിലും സുഖത്തിലും
സമഭാവനയോടുകൂടിയും തന്നെ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമിക്കാനുള്ള കഴിവുള്ള ഒരാളാണ് ഭക്തൻ എന്ന് പറയുന്നു. സെക്കൻഡ് ശ്ലോകത്തിൽ പറയുന്നു, സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. സന്തുഷ്ടനായിരിക്കും. സന്തുഷ്ടൻ, ഒരു ഭക്തൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിത രീതി, ജീവിതത്തിൽ ഒരു പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും സന്തോഷമായിരിക്കും അല്ലെ. നമുക്ക് നല്ല സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സന്തോഷവാനായിരിക്കും. പക്ഷേ നമ്മുടെ പരിതസ്ഥിതി തെല്ലൊന്ന് മാറിപ്പോകുമ്പോൾ നാം ആകെ തളർന്നു പോകുന്നു അല്ലെ. അപ്പോ ഒരു ഭക്തൻ നമ്മുടെ ചുറ്റുപാടുകൾ എന്തുമായിക്കോട്ടെ, നല്ല പരിതസ്ഥിതിയോ ചീത്ത പരിതസ്ഥിതിയോ, അതിൽ മനസ്സ് പതറാതെ ഏത് പരിതസ്ഥിതിയിലും ഭഗവാനെ സന്തുഷ്ട യഥാത്മാ ദൃഢനിശ്ചയത്തോടുകൂടി ആ ഭഗവാനെ കൂടെ കൊണ്ടുപോകാനുള്ള കഴിവ് ആ ഭക്തനുണ്ടായിരിക്കും. ചുറ്റുപാടുകൾ മോശമാകുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ അത് തരണം ചെയ്യാൻ നമുക്കൊരു പ്രാപ്തി ഉണ്ടാകുന്നു. നിരന്തര സ്മരണ. മൈ അർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയ. മൈ അർപ്പിത മനോബുദ്ധിർ, മനസ്സും ശരീരവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് നിരന്തരം ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തി ആരാണോ അവൻ യഥാർത്ഥ ഭക്തനാണ്. അങ്ങനെയുള്ള ഭക്തനെ, അപ്പോ ആ ഭക്തൻ എന്താന്ന് വെച്ചാല് സന്തുഷ്ടനായിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിൽ അലട്ടലോ ചിന്തയോ ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം അദ്ദേഹത്തിന് ആഗ്രഹങ്ങളില്ല. ഇന്ദ്രിയ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സന്തുഷ്ടരാകും. കാരണം നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആ ഒരു ആർത്തി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നാം സന്തുഷ്ടരായി മാറും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് സതതം യോഗി ആകണം എന്ന് പറഞ്ഞാൽ, യോഗി എന്ന് പറയുമ്പോൾ എന്തുവാ? ഇന്ദ്രിയ നിയന്ത്രണം അല്ലെ. അപ്പൊ യോഗി ആകണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൗകികമായിട്ടുള്ള ചിന്തകൾക്ക് അറുതി വരുത്തി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പോകുന്ന ഒരു വ്യക്തിക്ക് ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാനെ ചേർന്ന് നിൽക്കാൻ കഴിയും. ഭഗവാന് തന്റെ മനസ്സും ബുദ്ധിയും സമർപ്പിച്ചവനായ യോഗി അവൻ യഥാർത്ഥ ഭക്തനും എന്റെ പ്രിയപ്പെട്ടവനുമാകുന്നു എന്ന് 14ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ. ഇപ്പൊ ഭക്തന്റെ ക്വാളിറ്റിയാണ് പറയുന്നത് കേട്ടോ. നമ്മളതൊന്നും കേട്ട് പേടിക്കണ്ട. ഇനി 15ാമത്തെ ശ്ലോകമായി. ഹരേ കൃഷ്ണ. രാധേ. 15ാമത്തെ ശ്ലോകം വായിക്കും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത 12:15. ഓം ഭഗവതേ വാസുദേവായ. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാനോ ദ്വിജതേ ചയ. അഷ്ടാമഷ്ടഭയോദ്വേഗേ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. താങ്ക് യു പ്രഭു. അപ്പോ 15ാമത്തെ ശ്ലോകത്തിൽ ഉദ്വിജതേ ലോകോ ലോകാനോ ഉദ്വിജതേ ചയഃ ഹർഷമർഷ ഭയോദ്വേഗേ മുക്തോ യസ ച മേ പ്രിയഃ. ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തത്, ആരാണോ ഏതൊരുവാനാലും അസ്വസ്ഥനായി തീരാത്തത്, സുഖ ദുഃഖങ്ങളിലും ഭയോത്കണ്ഠകളിലും സമചിത്തനായിരിക്കുന്നവരാരാണ്, അങ്ങനെയുള്ള ഒരു ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഈ ശ്ലോകത്തില് എന്താ പറയുന്നത്? നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ നോക്കിയാൽ പോലും നമുക്ക് കാണാം അല്ലെ, നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യമായി തീരാറുണ്ട്. നമ്മൾ കാണുന്നതാണ്. കുടുംബത്തിൽ നമുക്ക് കുടുംബത്തിൽ കയറാൻ തോന്നുന്നില്ല, പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഓഫീസിൽ പോയാൽ അവിടെയും പ്രശ്നങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നോക്കി അവിടെയും പ്രശ്നങ്ങൾ, എവിടെയും പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പൊ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഒരു ഭക്തന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്നറിയാം അല്ലേ?
ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ പണ്ട് ഇരുന്നിട്ട് ഇപ്പം അണുകുടുംബമായി. അണുകുടുംബത്തിലും പ്രശ്നം, ഹസ്ബൻഡ് വൈഫ് പ്രശ്നം, മക്കള്, അച്ഛനമ്മമാരിൽ പ്രശ്നം, വൃദ്ധസദനങ്ങളും മറ്റും എല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള കഴിവില്ല, പോകുന്നു. നമുക്ക് എളുപ്പം പറയാൻ പറ്റുമല്ലേ, വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടു. പക്ഷെ അത്രയ്ക്ക് അച്ഛനമ്മമാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കുന്നില്ല. നമുക്ക് ആ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോഴേ മനസ്സിലാക്കും. എന്നും പ്രശ്നങ്ങൾ നമുക്ക് ദിവസം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് ഇങ്ങനെ വൃദ്ധസദനങ്ങളും മറ്റും. ഇപ്പൊ പണ്ട് അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കരുതലും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരുടെ ഹൃദയത്തിൽ സ്വാർത്ഥത എന്നൊരു മനോഭാവം ഉണ്ടായി വന്നു. എല്ലാവർക്കും സ്വന്തം സുഖം, സ്വന്തം കാര്യം എന്നുള്ളൊരു ചിന്തയായി മാറിയിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുചേരാതെ പോകുന്നു. ചില കൂട്ടർക്ക് എന്തുവാ, ഒരു പ്രശ്നമില്ല, കുടുംബത്തിൽ പ്രശ്നമില്ല, ഫാമിലിയിൽ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ വലിച്ചവരെടുത്ത് തലയിൽ വെച്ചിട്ട് അവർ അതിൽ വിദ്വേഷിക്കുന്നു. പത്രം വായിച്ചിട്ട് അവിടെ അത് നടക്കുന്നു, ഇത് നടക്കുന്നു, അവരിൽ അമർഷം കൊള്ളുന്നു. ഹർഷമർഷ ഭയോദ്വേഗർ, ഹർഷം, അമർഷം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. അവർ പത്രം വായിച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവരോട് ദേഷ്യം, ലോകത്തോട് ദേഷ്യം. ലോകത്ത് നടക്കുന്ന പല പല സംഭവങ്ങളില് വീട്ടിൽ പ്രശ്നമില്ലെങ്കിൽ സാരമില്ല, പത്രം എടുത്ത് വായിച്ചിട്ട് അതിനകത്തുള്ള പ്രശ്നങ്ങളെ ചൊല്ലി അമർഷവും ദ്വേഷവും. അപ്പൊ അത് എന്തുവാണ്? സ്വയം നാശത്തിനാണ് അങ്ങനെ എല്ലാം ചെയ്യുന്ന, സ്വന്തം നാശത്തിനാണ്. എന്തിനും ലോകത്തിനോട് നമുക്ക് മത്സരിക്കാൻ പോകേണ്ട ആവശ്യം എന്താണ്, അല്ലെ? ഈ ലോകദാതാവിനറിയാം എന്ത് പ്രശ്നങ്ങളാണ്, അദ്ദേഹത്തിന് അറിയാം. എന്താണ് ഒരു ഇല അനങ്ങുന്നെങ്കിൽ പോലും അത് ഭഗവാൻ അറിയാതെ ഒന്നും നടക്കില്ല, അല്ലെ? നമ്മൾ ഈ ലോകത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ എവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ സ്വയം ഇരുന്ന് അമർഷ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? സമയം, ടൈം വേസ്റ്റ്. അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്താ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇങ്ങനെ അമർഷം കൊള്ളുന്നത്. അപ്പൊ ഇതിനോട് അറിവുള്ള ഒരു വ്യക്തികൾ പറയുന്നത് ആഴമേറിയ വലിയ സമുദ്രത്തിൽ അതിനകത്ത് ഇരിക്കുന്ന കുമിള ആ സമുദ്രത്തോട് അമർഷം കാണിക്കുന്നത് പോലെയാണ് ഈ വലിയ ലോകത്തിലിരുന്നു കൊണ്ട് ഒരു വ്യക്തി പൂർണ്ണമായ അറിവോ ജ്ഞാനമോ ഒന്നും മനസ്സിലാകാതെ അമർഷം കൊള്ളും. അതിനോട് ഉപമിക്കുകയാണ്. നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നാം സ്വയം നാം നന്നായി. ഈ നന്നാവുക എന്നത് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം ആ പരമ്പൊരുളിനെ നാം ആശ്രയിക്കുക. അദ്ദേഹത്തിന് അറിയാം എന്താണ് ചെയ്യേണ്ടത്, ഏത് ചെയ്യണം. അദ്ദേഹം നമുക്ക് ഉള്ളിലിരുന്ന് ആജ്ഞ തരും, നീ അത് ചെയ്യുക, ഇത് ചെയ്യുക. നമുക്ക് ആജ്ഞ തരുമ്പോൾ നമുക്ക് അപ്പോൾ ഇടപെടാം. ലോക കാര്യങ്ങളിലോ ഏത് കാര്യങ്ങളിലോ അദ്ദേഹത്തിന്റെ ആജ്ഞയോടുകൂടി മാത്രമേ നമുക്ക്, അല്ലാതെ നമുക്ക് സ്വയം തുച്ഛമായ ജീവാത്മാവായ നാം ചെയ്യേണ്ട യഥാർത്ഥ നമ്മുടെ പരമാത്മാവിനെ മനസ്സിലാക്കുക, ആ പരമാത്മാവിനെ ആശ്രയം ചെയ്യുക. അപ്പോൾ നമുക്ക് ഹർഷം, സന്തോഷം ഉണ്ടായിക്കോട്ടെ, അതിൽ നിന്ന് നമ്മൾ ഹർഷത്തിലോ അമർഷത്തിലോ ഭയം എന്തിനാണ്? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം. ആ ഭയം എന്തിനു ഭയക്കുന്നു എന്നാണ്. നാം ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ വരാനിരിക്കുന്ന ഒരു ദുഃഖത്തെ ചൊല്ലി നാം എന്തിനിപ്പൊ ദുഃഖിക്കുന്നു? ആ പരമ്പൊരുളാണ്. ഇപ്പൊ ഈ കാലചക്രം നയിക്കുന്നത് ആരാണ്? ആ പരമാത്മാവാണ്. അപ്പൊ നാളെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ? നമ്മളെ ദ്വേഷിക്കാൻ, നമുക്ക് ദ്രോഹം ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കും, അങ്ങനെ ഒരു ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ആ ഭഗവാൻ അറിയാം, ആ കാലചക്രം തിരിക്കുന്ന ഭഗവാൻ അറിയാം, അല്ലെ? നാളെ എന്റെ ഭക്തന് വേണ്ടി ഒരാൾ ചെയ്യും. അപ്പൊ അത് സക്സസ് ആവുമോ? അങ്ങനെ നമ്മളെ ദ്രോഹിക്കണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് ഇല്ല. ഒരിക്കലും ഭഗവാനെ നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നാളെ വരുന്ന ദുഃഖത്തിനെ ചൊല്ലിയോ ഒന്നും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഹർഷമർഷ ഭയോ ഉദ്വേഗേ മുക്തോ യസച്ചമേ പ്രിയ. നമുക്ക് ഭക്തൻ, യഥാർത്ഥ ഭക്തന്, ഇപ്പൊ ഒരു ഭക്തൻ എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാം സ്വയം ആർക്കും ശല്യമില്ലാതെ നാം സ്വയം നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഭക്തന് ആരാലും ആ ഭക്തന് ശല്യമില്ല, ആ ഭക്തൻ അതൊരു പ്രശ്നമല്ല. ഇനി ഒരാള് എന്ത് അസ്വസ്ഥത
ചെയ്തോളൂ, അത് ആ ഭക്തന് ബാധകം. അത് പോരാഞ്ഞിട്ട് ഈ ഭക്തനെ കൊണ്ട്, ഈ ഒരു വ്യക്തിയെ കൊണ്ട് മറ്റൊരാൾക്കും ഒരു ശല്യവും ഉണ്ടാകുന്നില്ല. ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിനോടാണ് ഉപമിക്കുന്നത്, അല്ലെ? ആ ഭക്തൻ വന്നിരിക്കുന്ന ഇടമെല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും. ആ ഭക്തന് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരാളെയാണ് ഭക്തൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത്, ഒരു വ്യക്തിക്ക് ആരാലാണോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തത്, ഇനി ആരെങ്കിലും വിചാരിച്ചാൽ ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം, അങ്ങനെ കാര്യമില്ല. കാരണം ആ ഭക്തന് ഒരു പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ആഗ്രഹമില്ല, ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ആർക്കും ഉപദ്രവിക്കാനും കഴിയില്ല, പോരാത്തിന് ഇദ്ദേഹത്തെ കൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒരാളെയാണ് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തൻ. മുക്തോയ സച്ഛമേ പ്രിയ, അങ്ങനെയുള്ള ആള് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ ഇതിൽ പറയുന്നു. അപ്പൊ ഇനി 16ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. രാധേ രാധേ. 16ാമത്തെ ശ്ലോകം വായിക്കാവോ? ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. ഹരേ കൃഷ്ണ. രാധേ രാധേ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗദഗദഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമയ പ്രിയഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രാധേ രാധേ. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗദവ്യദഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമയ പ്രിയഃ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ ഗീത. സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ, വ്യത എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? കർമ്മക്രമങ്ങളെ നമുക്കിപ്പോ വേദകാണ്ഡങ്ങളിലൊക്കെ പറയുന്ന കർമ്മകാണ്ഡങ്ങളിലൊക്കെ പറയുന്നു, ഇന്ന കർമ്മം ചെയ്യണം, ആ കർമ്മം ചെയ്യണം, ഈ കർമ്മം, അത് എന്തിനു വേണ്ടി? സാധാരണക്കാരായ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ? പക്ഷെ ഭക്തർ ലെവലിലോട്ട് വരുമ്പോ അത് നമുക്ക് ചേഞ്ച് ആകുന്നു. അപ്പൊ അവിടെ നമുക്ക് സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരില്ല. വിശുദ്ധനായിരിക്കും, ബുദ്ധിയുള്ളവനായിരിക്കും, ഉത്കണ്ഠയില്ലാത്തവനും വ്യതയില്ലാത്തവനും ആയിരിക്കും യഥാർത്ഥ ഭക്തൻ. അപ്പൊ ഇതിൽ പറയുന്നത്, ഒരു ഭക്തൻ ഇന്ദ്രിയ വൃത്തിക്ക് വേണ്ടിയോ സ്വാർത്ഥ അഭിലാഷങ്ങൾക്ക് വേണ്ടിയോ കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും പൈസയോടും മറ്റു ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തുച്ഛമായ സാധനങ്ങൾക്ക് വേണ്ടി അത്യാർത്തി കാണിക്കാത്തവനും, അദ്ദേഹത്തിന് ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠയില്ലാത്തവനും ദുഃഖങ്ങളൊന്നും ഇല്ലാത്തവനുമായിരിക്കും എന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അദ്ദേഹം ഭക്തൻ മിതമായി ചിലവഴിക്കുന്ന ആളായിരിക്കും. അദ്ദേഹം മിതമായി അധ്വാനം ചെയ്യുന്നവനായിരിക്കും. തന്റെ നിത്യവൃത്തികൾ കഴിഞ്ഞുകൂടാൻ വേണ്ടി മാത്രം കൂടുതൽ യഥാർത്ഥ ഭക്തൻ. അപ്പൊ അദ്ദേഹത്തിന് നമുക്കിപ്പോ കാണാല്ലേ, എല്ലാവർക്കും ഒന്ന് കിട്ടിയിൽ 100 1000 അങ്ങനെ ഒരു ഇത് തന്നെ ഉണ്ടല്ലേ. അപ്പൊ നമ്മളെല്ലാം പരക്കം പായുന്നത് നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഒന്നിനും ഒരു മിതത്വം നമുക്കില്ല. അതാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. അപ്പൊ നമുക്ക് യഥാർത്ഥ ഒരു ഭക്തനായി വരാൻ വേണ്ടി നാം ആദ്യം പരിശീലിക്കണം മിതവ്യയം. നമുക്കിപ്പോ ഈ ഭൗതിക ലോകത്ത് നാം ജനിച്ചു, അല്ലെ? നമുക്ക് ജീവിച്ചേ പറ്റൂ. ആവശ്യത്തിന് പൈസയും ആവശ്യത്തിന് അത് എപ്പോഴും ഓർമ്മിക്കണം, ആവശ്യത്തിന് നമുക്ക് എല്ലാം വേണം തന്നെ. പക്ഷെ അത് അത്യാർത്ഥിയായി മാറുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാം നമുക്ക് എല്ലാ സർവ്വചരാചരങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഭക്തൻ ഒരു ബുദ്ധിയുള്ളവനായിരിക്കും. സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. അപ്പൊ നമ്മൾ ലളിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം യഥാർത്ഥ ഭക്തർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ ഇതിൽ എടുത്തു പറയുന്നു. 17ാമത്തെ ശ്ലോകം വായിക്കാവോ? സമയമാകുന്നു. പെട്ടെന്ന് 17ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കും മാതാജി.
യോ ന ഹൃഷ്യതി ന ദേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ്. അപ്പോ ഒരു ഭക്തൻ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് വരുന്ന ലാഭനഷ്ടങ്ങൾ, ഭൗതികമായിട്ട് വരുന്ന എന്തിനെ കുറിച്ചും അദ്ദേഹത്തിന് ഉത്കണ്ഠയില്ല തന്നെ. എന്തുകൊണ്ട്? നമ്മുടെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ നാം എന്തിന് തുച്ഛമായ ഭൗതികമായിട്ട് എന്ത് തന്നെ സംഭവിച്ചാലും നാം അതില് ദുഃഖിക്കപ്പെടേണ്ട. ഭക്തൻ ദുഃഖിക്കില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അപ്പം മനുഷ്യരാകുമ്പോ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും അല്ലെ? അപ്പൊ ആഗ്രഹങ്ങൾ നടന്നില്ല എങ്കിൽ കൂടിയും വ്യസനിക്കയില്ല എന്ന് പറയുന്നു അല്ലെ? ശുഭങ്ങളിലോ അശുഭങ്ങളിലോ ഭക്തിമാൻ യസ് മേ പ്രിയ. ഭക്തന് ശുഭങ്ങളിലും അശുഭങ്ങളിലും എല്ലാം പരിത്യജിച്ചവനായിരിക്കും. അപ്പൊ അതിലൊന്നും അദ്ദേഹം ശോചതി ആഗ്രഹിക്കുന്നില്ല, അതിന് അഡിക്റ്റ് അല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. സന്തോഷിക്കുകയോ ദ്വേഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. നാം എല്ലാം വിശുദ്ധ ഭക്ത ലെവലിലേക്ക് വരണമെന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ 18ാമത്തെ ശ്ലോകം സമശത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമശൗത്രൈജ മിത്രേജ തഥാ മാനാപമാനയോഗ ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിതഃ. ഹരേ കൃഷ്ണ. 19ാമത്തെ നെക്സ്റ്റ് ശ്ലോകം കൂടി വായിക്കുന്നുണ്ട്. തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധേ രാധേ. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാന അപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവും അനാദരവും, യശസ്, ദുഷ്കീർത്തി എന്നീ ദ്വന്ദ്ങ്ങളെ ഒരേ വിധം കൈക്കൊണ്ട് അസത് സംഘത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനും സദാ സംതൃപ്തനുമായി ഗാർഹിക ബോധം ഉപേക്ഷിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സമശത്രുച്ച മിത്രേച്ച, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അദ്വേഷ്ട സർവഭൂതാനം അതിൽ പറഞ്ഞതുപോലെ സമശത്രുച്ച മിത്രേച്ച, ശത്രുക്കളെയും മിത്രങ്ങളെയും നമുക്ക് ഒരുപോലെ കാണാനുള്ള ആ ഒരു കഴിവ്, ആ ഒരു ഔന്നത്യം നമുക്ക് ഭക്തനുണ്ടാകണം. കൂടാതെ മാന അപമാനത്തില് നമ്മളെ അപമാനിക്കട്ടെ, നമ്മളെ ആദരിക്കട്ടെ, അതില് നമ്മൾ ആസക്തരാകരുത്. നമ്മളെ ഒരു സ്ഥലത്ത് നമ്മളെ ബഹുമാനിക്കുന്നു, അവിടെ സന്തോഷം കൊള്ളുക മനസ്സ്, നമ്മളെ അപമാനിച്ചു ഒത്തിരി ദുഃഖിക്കുക, അങ്ങനെ ഉണ്ടാകരുതെന്ന് പറയുന്നു. ശീതോഷ്ണ സുഖ ദുഃഖേഷു സമസംഗവൃതി, തണുപ്പായിക്കോട്ടെ ചൂടായിക്കോട്ടെ, അതായത് സുഖദുഃഖം, തണുപ്പ് ചൂട് എന്ന് പറയുമ്പോൾ സുഖ ദുഃഖങ്ങൾ വരും. പിന്നെ ക്ലൈമറ്റില് ചൂടും തണുപ്പും അതും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇത് എന്ത് തന്നെ സംഭവിച്ചാലും എന്താ പറയുക, ആകാശം ഇടിഞ്ഞു വീണാലും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി സമസംഗവിവർജിത, ദുഷ്സംഗത്തിൽ പെടാതെയും ശീതോഷ്ണ സുഖ ദുഃഖത്തിലെല്ലാം സമചിത്തതയോടെ ഇരിക്കുന്നവരും ഭക്തന്റെ ക്വാളിറ്റിയിൽ പെടുന്നു. തുല്യനിന്ദാസ്തുതിർ മൗനി, നേരത്തെ പറഞ്ഞതുപോലെ മാനാപമാനത്തിൽ ഉള്ളുന്നതാണ് തുല്യനിന്ദാസ്തുതിർ മൗനി. ആരെന്നും നിന്ദിക്കട്ടെ സ്തുതിക്കട്ടെ, അതില് ഒന്നും യാതൊരു മമതയും ഇല്ലാതിരിക്കണം. അനികേത സ്ഥിരമതിർ ഭക്തിമാന്മേ പ്രിയ. അനികേത, നികേതം എന്ന് പറഞ്ഞാൽ എന്തുവാ? വീടില്ലാതായിക്കോട്ടെ, കുടുംബം ഇല്ലാതായിക്കോട്ടെ, കുടുംബം, വീട്, ഒന്നിലും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്ന ഒരു ഭക്തൻ, അവൻ എനിക്ക് ഭക്തിമാന്മേ പ്രിയോ നരഹ, അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് ഭഗവാൻ പറയുന്നു അല്ലേ?
എടുത്തു പറയുന്നു, ദുസ്സംഗങ്ങളിൽ നിന്ന് മുക്തനായിരിക്കണം. സമസംഗ വിവർജിത. സംഘം എത്ര ദുഷ്സംഗത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്നു. അങ്ങനെയുള്ളവൻ എനിക്ക് പ്രിയപ്പെടാൻ. ശീതോഷ്ണ സുഖ ദുഃഖേഷു, ചൂടായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എല്ലാത്തിനും സമചിത്തത പാലിക്കുന്ന, തന്നെ സ്തുതിക്കുന്നവരോടും നിന്ദിക്കുന്നവരോടും ഒരേ മനോഭാവം വച്ചു പുലർത്തുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. ഒന്നിൽ ആസക്തി ഇല്ലാതെ. ഇപ്പൊ ഏത് വസ്തുവിലും നമ്മൾ ആസക്തി ആകുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ആസക്തിയും ഇമോഷൻസും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവിടെ ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാകും. നമ്മുടെ ആസക്തി, നമ്മുടെ സ്നേഹവും എല്ലാം ഒരേ ഒരാളിന് മാത്രം കൊടുക്കുക, ആ പരമാത്മാവിന്. അദ്ദേഹത്തിൽ മാത്രം നാം കൊടുക്കുന്നു. അത് മാത്രമേ ശാശ്വതം. ബാക്കിയെല്ലാം നശ്വരമാണ്, ദുഃഖ ഹേതുവാണ്. ഇനി 20ാമത്തെ ശ്ലോകം കൂടി വായിക്കും. സമയമാകുന്നത് പെട്ടെന്ന് വായിക്കും. സമയം കഴിഞ്ഞു. ഇനി ഒരു ശ്ലോകം കൂടെ. കുഴപ്പമില്ല. വായിക്കൂ. യേ ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധാനാമത്പരമാ ഭക്താസ്തേ ദൈവമേ പ്രിയഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രാധേ രാധേ. അപ്പോ ഇതിൽ നിന്ന് എല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാം ആ പരമോത്തമനിൽ, ആ ഭഗവാനിൽ നാം ശരണം പ്രാപിക്കുക. ശുദ്ധമായ ജ്ഞാനത്തോടു കൂടിയുള്ള ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞ് യഥാർത്ഥ ഭഗവാന്റെ മൂലസ്വരൂപം അറിഞ്ഞ്, ആ ഭഗവാൻ ഇല്ലാതെ ഒന്നുമില്ല, സർവചരാചരങ്ങളിൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണെന്ന് മനസ്സിലാക്കി എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്, ഒരു ഇല പോലും അനങ്ങുന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നും അറിഞ്ഞ് ആ ഭഗവാനിൽ നാം ശരണം പ്രാപിക്കുക. ഭഗവാന് നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം എല്ലാം സമർപ്പിക്കുക. ഭഗവാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുക. സുകൃതികളായി നമ്മൾ ജീവിക്കുക. അങ്ങനെയുള്ളവരെ ആണ് യഥാർത്ഥ ഭക്തനെന്നും, ആരെയും വെറുക്കാതെയും എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവർക്കും ഭഗവാന്റെ സൽകൃതികൾ പറഞ്ഞു കൊടുത്തും ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാകാൻ കഴിയുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.